അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അതെൻ്റെ കുട്ടികളുടെ ബർത്ത്ഡേ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ ട്രിപ്പ് പ്ലാനിങ് ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങളൊരു ഫാമിലിയും നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിൻ്റെ ഫാമിലിയും കൂടെ ഞങ്ങൾ ഒരുമിച്ചൊരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നിവിടെ ഫ്രൈഡേ ആണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് കുട്ടികളുടെ ക്ലാസ്സും കഴിഞ്ഞിട്ട് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഒരു 6:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാര്യമായിട്ടുള്ള ഫുഡ് അങ്ങനെയൊന്നുമില്ല, എല്ലാം വെളിയിൽ നിന്ന് കഴിക്കാനും അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കി കഴിക്കാനാണ് നമ്മുടെ പ്ലാൻ. ഇത് ഞങ്ങൾ വർഷത്തിൽ എല്ലാ വർഷവും ഒരു 1-2 പ്രാവശ്യം അതിൽ കൂടുതലോ ചെയ്തുകൊണ്ടിരുന്നൊരു സാധനമാണ്. അപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് പല കാരണങ്ങൾ കൊണ്ടും മുടങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അത് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഇന്ന് 6:30 പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ചെറിയ കൊച്ചു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വെളിയിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ തിരിച്ച് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇതൊരു വീഡിയോ ആക്കിക്കൂടാന്ന്. അങ്ങനത്തെ പ്ലാനിങ്ങിലാണ് കേട്ടോ തുടങ്ങിയിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാവുമെന്ന് എങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇപ്പം ഞാൻ സാധനങ്ങളെല്ലാം എടുത്തു വെക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് ഈസിയർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ. ഞാൻ അതിനകത്തോട്ട് ഇങ്ങനെ ബുക്കൊന്നും വേണമെന്നില്ല, പേപ്പർ ആയാലും മതി. അതിനകത്ത് എഴുതി വെക്കും നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ എഴുതി വെച്ചിട്ട് ആ പേപ്പർ ആണെങ്കിൽ പേപ്പർ, അല്ലെങ്കിൽ ബുക്കാണ് ബുക്ക്, എൻ്റെ കൂട്ടത്തിൽ ഞാൻ കൊണ്ടുപോകും. അപ്പം കൊണ്ടുപോയ സാധനം എല്ലാം തിരിച്ചു വരികയും ചെയ്യും. എല്ലാ സാധനങ്ങളും നമ്മൾ എടുക്കാൻ മാർക്കത്തുമില്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. വെളിയിൽ നിന്നാണ് കഴിക്കുന്നതെങ്കിൽ പറഞ്ഞാലും ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഭക്ഷണം ഒന്നും ഇരിപ്പില്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും ചെറുതായിട്ട് പിള്ളേർ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ കുറച്ച് ബീഫ് കറി ഇരിപ്പുണ്ട്, ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ. അപ്പോൾ കുറച്ച് ബീഫ് കറിയും കുറച്ച് ജാസ്മിൻ റൈസും ഉണ്ട്. അപ്പോൾ ജാസ്മിൻ റൈസ് വെച്ചിട്ട് ഒരു ഫ്രൈഡ് റൈസ് പോലെ കുറച്ച് കഴിക്കാൻ വേണ്ടി, എൻ്റെ ഹസ്ബൻഡിനും കഴിക്കാൻ വേണ്ടി കുറച്ച് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ റെസിപ്പി വളരെ ഈസിയാണ്. ഞാൻ ഈ ബൂം ബാങ് ഇല്ലേ പുള്ളിൻ്റെ ചാനലിൽ കണ്ടിട്ട് അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ആ ജാസ്മിൻ റൈസ്, അപ്പം ഇതിൻ്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ കിങ്സ് ചോയ്സ് ഫ്ലാഗ് റെഡ് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ അറിവൊന്നുമില്ല. ഏതാണോ കിട്ടുന്നത് അത് എടുത്തു. അപ്പം ഇത് വെച്ചിട്ട് ഞാനൊരു ചെറിയ ജാസ്മിൻ റൈസ് ഉണ്ടാക്കാൻ പോവാണ്. ഇതെന്ത് കേട്ടോ. അങ്ങനെ ചോറെല്ലാം റെഡിയായതിന് ശേഷമേ ഞാൻ പതിയെ പാക്കിങ്ങിലോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ പിള്ളേർക്കും എനിക്കും ജോക്കും ഉള്ള ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. 2 ദിവസത്തേനുള്ള പ്ലാനിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ 2 ക്ലോത്ത്സ് മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ. പിന്നെ പിള്ളേർക്ക് കുറച്ച് എക്സ്ട്രായും കൂടെ എടുത്തു. അവർ വല്ലതും ചെളിയാക്കി കഴിഞ്ഞാലേ വേറെ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ എടുത്തു. പിന്നെ അതെല്ലാം നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചു. പ്രത്യേകിച്ച് അങ്ങനെ ഓർഡറോ അങ്ങനെയൊന്നുമില്ല, അതങ്ങ് എടുത്ത് വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഇപ്പോൾ ടൂത്ത് ബ്രഷൊക്കെ വെക്കാൻ വേണ്ടി എൻ്റെ കൂട്ടത്തിൽ കൂടിയ ഒരു സാധനമാണിത്. എനിക്ക് തോന്നുന്നു ഞാനത് ടെമൂന്ന് ഓർഡർ ചെയ്തതാണ്. ഇതിൽ 5-6 ഇയേഴ്സ് എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ട്രിപ്പ് പോവുകയാണെങ്കിലും സ്കിൻ കെയർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനിക്ക് ഇഷ്ടമായിട്ടുള്ളതെല്ലാം ഞാൻ എടുത്ത് വയ്ക്കും അതിനകത്ത്. പിന്നെ ഇവിടെ നിന്നുള്ള ഈ കെമിസ്റ്റ് വെയർ ഹൗസിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാട്ടോ ഈ പെർഫ്യൂമൊക്കെ. കാരണം അതിൻ്റെ സൈസ് എനിക്ക് അങ്ങനത്തെ ചെറുത് ഇങ്ങനെ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളതൊക്കെ, ഈവൻ നമ്മുടെ ബോഡി ലോഷനോ അങ്ങനെ തന്നെ എടുത്തതാണ്. അതെല്ലാം പാക്ക് ചെയ്തെടുത്ത് മാറ്റി വെക്കുക. ഇതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള സംഭവമാണ്. പിന്നെ കോസ്മെറ്റിക്സ്, ഞാൻ ഒത്തിരി കോസ്മെറ്റിക്സ് ഒന്നും എടുത്തിട്ടില്ല, ബേസിക് ആയിട്ടുള്ള സാധനം മാത്രം. അതിനകത്ത് എനിക്ക് പിന്നെയും എഗെയിൻ അത് നമ്മുടെ ലിപ്സ്റ്റിക്കും ലിപ് ബാമൊക്കെ തന്നെയാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എടുത്ത് ആദ്യം തന്നെ സെറ്റപ്പ് ചെയ്ത് വെച്ചു. പിന്നെ എനിക്ക് കുറച്ച് ലോങ് ഹെയർ ആണ് കേട്ടോ. അപ്പം മുടി പല രീതിയിൽ ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് വെക്കുന്നതാണ്. പക്ഷെ അതൊന്നും ഉപയോഗിക്കാറില്ല. ഏതെങ്കിലും ഒരു ബാൻഡ് പോകുമ്പോൾ തൊട്ട് തിരിച്ച് വരുമ്പോൾ തന്നെ അത് തന്നെയായിരിക്കും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ സമയമായി കേട്ടോ. ജോ വന്ന് ഫുഡ് കഴിച്ചു, പിള്ളേർ വന്ന് ഫുഡ് കഴിച്ചു, ഞങ്ങളെല്ലാവരും കുളിച്ചു, ചാടിക്കയറി വണ്ടിയിൽ ഇറങ്ങി. അതുകൊണ്ട് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ കാറിൽ വേഗം തന്നെ പോകുന്നു. പെട്രോൾ അടിക്കാനുണ്ടായിരുന്നു ഇതിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ. പിന്നെ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആട്ടോ. ആക്ച്വലി ഞങ്ങൾ രാത്രിയായി അവിടെ എത്തിയപ്പം. പിന്നെ ഫുഡ് കഴിച്ച് എല്ലാവരും കിടക്കുകയാണ് ചെയ്തത്. പിന്നെ നല്ല ആംബിയൻസ് ഉള്ള വീടായിരുന്നു കേട്ടോ ഇത്. ഇതിൻ്റെ വെള്ളം നിറച്ച് ചെടികളായിരുന്നു. അത് കണ്ട ഈ പച്ചപ്പുള്ള നിറച്ച ചെടികളായിരുന്നു. പിന്നെ നല്ല ചീവിടുകളുടെയൊക്കെ ഒച്ച, കിളികളുടെയൊക്കെ ഒച്ച കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. നമ്മൾ വളരെ തിരക്കുള്ള ഒരു സ്ഥലത്ത് നിന്ന് നേരെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുമ്പോൾ എന്ന് പറയുമ്പോൾ മൈൻഡിന് തന്നെ വളരെ സുഖമുള്ളൊരു പരിപാടിയായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ TV എല്ലാം കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് സ്റ്റേക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊരു എന്തും കാണാൻ പോകാനോ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനോ ഒന്നും അല്ല തീരുമാനിച്ചിരുന്നത്. വളരെ ലൈറ്റായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുകയെന്ന് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ നിയർ ബൈ ആയിട്ടുള്ള ഒരു ബീച്ചിൽ പോയി. അത് കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് കേട്ടോ നമ്മൾ പോയത്. ഞങ്ങളാരും ഇറങ്ങിയില്ല. കുട്ടികൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഭയങ്കരമായിട്ട് കളിച്ചു. കുറേ നേരം അവിടെ ഇരുന്ന് കേട്ടോ അവർ. ഞങ്ങളിതെല്ലാം വെളിയിൽ നിന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. എനിക്ക് പൊതുവേ ഡ്രസ്സ് തന്നെ ഇത് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ചെയ്തത്.
പിന്നെ ഞങ്ങളിതിൻ്റെ ഷോറിൽ ക്രിക്കറ്റൊക്കെ കളിച്ചായിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തില്ല ഓഫ് കോഴ്സ്. പിന്നെ കുട്ടികൾ വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് അവർ ഇതേ ബോളൊക്കെ കളിക്കുന്നുണ്ടോ. അവർ വൈകുന്നേരം കുറേ നേരം അവർ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് തന്നെയാണ് കേട്ടോ ചിലവഴിച്ചത്. വീട്ടിലായിരുന്നെങ്കിൽ ടി വിയും കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ വേർഡ് ഫൈൻഡ് ആട്ടോ കളിച്ചത്. കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള കളി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഫുഡിൻ്റെ ടൈമായി കേട്ടോ. അപ്പം നമ്മൾ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടായിരുന്നേ. ആദ്യം ഗ്രിൽഡ് ചിക്കനിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടായിരുന്നു, പിന്നെ ലാമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം ഗ്രിൽ ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. ഞാനൊരു ഗ്രിൽഡ് ചിക്കൻ ഫാനൊന്നും അല്ല, പക്ഷേ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഞാനിതൊക്കെ കഴിക്കും കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് എന്ന് എപ്പോഴും എന്ന് പറഞ്ഞാൽ കറികളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ബീഫ് കറി ഉണ്ടായിരുന്നു, റൈസും ഉണ്ടായിരുന്നു, ബസ്മതി റൈസും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് സുഖമായിട്ട് കിടന്നു തുടങ്ങി കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.